ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ചോറ് കൊണ്ട് കുബൂസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആണ്. അതുപോലെ തന്നെ ഈസ്റ്റ് ചേർക്കാതെ ഉണ്ടാക്കിയെടുത്ത വീഡിയോ ആണ്. രണ്ട് വീഡിയോ. ഒരു മീൻ കറിയുടെ റെസിപ്പി ഉണ്ട് കേട്ടോ വീഡിയോക്ക് നടുവിലായിട്ട്. അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ മത്തിക്കറി ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് രണ്ടിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് വീഡിയോ തുടങ്ങുകയാണ്. ഒരു മിക്സിൻ്റെ ജാർ എടുത്തുകൊണ്ടിട്ടുണ്ട്. ജാറിലേക്ക് ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചോറിലേക്ക് നമ്മൾ എന്താണ് ഇട്ട് കൊടുക്കേണ്ടത്? ചോറിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചോറ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ആ വീഡിയോ എൻ്റെ ഇത് കട്ടായി പോയതാണ്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഡബിൾ ഹോഴ്സിൻ്റെ വെള്ളപ്പപ്പൊടിയിൽ നിന്ന് 2 ടീസ്പൂൺ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈസ്റ്റിന് പകരമായിട്ടാണ് ഞാൻ ഇതിട്ട് കൊടുക്കുന്നത്. വളരെ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വീഡിയോയിൽ ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു 2.5 ടീസ്പൂൺ അളവിൽ ഡബിൾ ഹോഴ്സിൻ്റെ വെള്ളപ്പപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഓയിൽ, ഉപ്പ്, പഞ്ചസാര, ഡബിൾ ഹോഴ്സിൻ്റെ വെള്ളപ്പപ്പൊടി 2.5 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക എന്നാണ് പറയുന്നത്. വെള്ളം ഏറിക്കഴിഞ്ഞാൽ നന്നാവില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മൈദ ചേർത്തെടുക്കാം. മൈദ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. മൈദ കുറച്ച് ബാലൻസ് വെച്ചോളൂ കേട്ടോ. ഞാൻ മുഴുവനായിട്ട് തട്ടി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബാലൻസ് വെച്ചാൽ നമുക്ക് വെള്ളം എറിയുന്നു തോന്നുന്നുണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാമല്ലോ, അത് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. ഞാൻ ഇവിടെ മൈദയൊന്നും ഏറെ എല്ലാ മൈദയും ഇട്ട് കൊടുത്തൊക്കെയാണ് കേട്ടോ. ഇട്ട് കൊടുത്താലും ഞാൻ ആ വെള്ളം കറക്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ കുഴഞ്ഞ് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമ്മൾ ഈ പൊടിയിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. കുട്ടികളുടെ ലഹളയൊക്കെ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ. വീഡിയോ കഷ്ടപ്പെട്ട് എടുക്കുന്നതാണ്. വീഡിയോയും ഓഡിയോയൊക്കെ കഷ്ടപ്പെട്ട് എടുക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ വീഡിയോക്ക് നിങ്ങൾ എന്തായാലും ലൈക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ അതെന്തെങ്കിലും കുറഞ്ഞു പോകും പ്രിയപ്പെട്ടവരെ. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് നല്ല അറിവുകളല്ലേ ഞാൻ പകർത്തി തരുന്നത്. ഉണ്ടോ, തട്ട് നീങ്ങിപ്പോയിട്ട് ഒരു പൊട്ട തട്ടാണ് എൻ്റെ അടുത്തുള്ളത്. ആ തട്ടാണെങ്കിൽ നീങ്ങിപ്പോകുന്നു പ്രിയപ്പെട്ടവർ. നീങ്ങിപ്പോയിട്ട് ഞാൻ മൈദ വെച്ച് ഒട്ടിച്ചെടുത്തേക്കാണ്. എന്തെല്ലാം മായാജലങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ മൈദ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. മൈദയും ചോറും എല്ലാതും കൂട്ടി കുഴച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണില്ലേ. ഇതുപോലെ വീണ്ടും കുഴച്ചെടുത്ത് നന്നായിട്ട് ഒരു മയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ മൈദ കൊണ്ടുവന്ന കവറില്ലേ, ആ കവറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേ രൂപത്തിൽ തന്നെയാണ് ഞാൻ പൊറാട്ടയും ഉണ്ടാക്കി എടുക്കാറുള്ളത്. പൊറാട്ടയുടെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കണ്ടോളൂ. കണ്ടില്ലേ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ രാവിലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. രാത്രി കുഴച്ചെടുത്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. കുഴച്ചെടുക്കുന്ന വീഡിയോ എന്തൊരു കഷ്ടപ്പെട്ടിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഈ കഷ്ടപ്പെട്ട് എടുക്കുന്നത്. പിന്നെ എനിക്ക് എന്താ പറയുക, എനിക്കറിയില്ല പറയാൻ. കണ്ടില്ലേ, ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരെ. നേരം വെളുത്തപ്പോൾ ഞാൻ ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 തക്കാളി ഇട്ടിട്ടുണ്ട്. കുരുമുളക്, പെരുംജീരം, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസരണം എന്തൊക്കെയാണ് പൊടി മാണ്ടിയൊക്കെ നിങ്ങൾ ഇട്ടോളൂ. ഇനി നമ്മൾ പറഞ്ഞു പറഞ്ഞാൽ ആ പൊടി തന്നെ ഇടണം നിർബന്ധമല്ല തന്നെയാളെ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റൊക്കെ കാര്യം മാണ്ടി തരാൻ. നമ്മളെ അതിൽ തന്നെ ആകണമെന്നില്ലല്ലോ. പലതരം ടേസ്റ്റ് കാരം ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് കാരം, അത്രയും പറയാനുള്ളത്. ഇനി അവസാനമായിട്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരപ്പ് ചേർത്ത് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് എന്താ പറയുക, മസാലയൊക്കെ ഉണ്ടാവും, ചാറുണ്ടാവും, കറി ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ഇനി ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കടുക്, ഉലുവ മുതലായവ ഇട്ട് കൊടുക്കുക. ചട്ടി ചൂടാകണമെങ്കിൽ ആദ്യം തന്നെ ലൈറ്റർ വെച്ചിട്ട് ഗ്യാസ് ഓണാക്കണം പ്രിയപ്പെട്ടവരെ. എന്നിട്ടാണ് ചട്ടി ചൂടാകാൻ പറ്റുള്ളൂ. ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇത് പൊട്ടിത്തീരണം. എന്നിട്ടാണ് നമ്മൾ അടുത്തത് ചേർക്കേണ്ടത്. കണ്ടില്ല, അടുത്തത് നമുക്ക് ചേർക്കാൻ സമയമായി. എല്ലാം ചേർത്തിട്ടുണ്ട്. ഈ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനമായിട്ട് ആദ്യം കറിവേപ്പില ചേർക്കണമായിരുന്നു പ്രിയപ്പെട്ടവരെ. ഞാൻ മറന്നു പോയിരിക്കുന്നു. ഇത് രാവിലെയാണ് കേട്ടോ ഉണ്ടാക്കണേ. രാവിലെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മദ്രസയിലേക്കൊക്കെ പോകാൻ സമയമായിട്ടുണ്ട്. ആ തിരക്കിനിടയിലാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ആദ്യം ആ കടുകിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി പ്രിയപ്പെട്ടവരെ. ഞാൻ മറന്നു പോയിരിക്കുന്നു. ഇനി എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാണ്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് അല്ലേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഞാൻ വലിച്ചു നീട്ടിയിട്ടൊന്നുമില്ല. ഞങ്ങളെ 2 റെസിപ്പി അവതരിപ്പിക്കാൻ എനിക്ക് 10 മിനിറ്റ് അല്ലേ എനിക്ക് വേണ്ടി വരും പ്രിയപ്പെട്ടവരെ. എത്ര മണിക്കൂർ നമ്മളൊരു റെസിപ്പി ഉണ്ടാക്കാൻ എടുക്കുന്നു. പിന്നെ ഈ ഒരു 10 മിനിറ്റ് നോക്കാൻ വലിച്ചു നീട്ടിയെന്നൊന്നും പറയരുത് കേട്ടോ.
പ്രിയപ്പെട്ടവരെ. എന്നോട് വിളിച്ചിട്ട് ഓരോരുത്തർ പറയുന്നു നീ ഈ വീഡിയോ വലിച്ചു നീട്ടുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളത് വീഡിയോ എടുത്ത് ഉണ്ടാക്കി നോക്കിയാണ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കഷ്ടപ്പാട് എത്രയാണെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും കഷ്ടപ്പെട്ടത്തില്ല വീഡിയോ എടുക്കണത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ആൾ അതിനൊന്നും മറുപടി എനിക്ക് പറയാനില്ല. എനിക്കിഷ്ടം കുക്കിങ്ങാണ്, അതുകൊണ്ടാണ് ഇവിടെ വീഡിയോ എടുക്കുന്നത്. ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രവർത്തനമൊന്നും അല്ലല്ലോ പ്രിയപ്പെട്ടവരെ ഞാൻ ചെയ്തിരിക്കുന്നത്. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അടിപൊളിയിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക ഓരോ വെറൈറ്റി ലെവലിൽ. അത് കണ്ടിട്ട് നിങ്ങളും ഉണ്ടാക്കി നോക്കിക്കോളി. അല്ലാതെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ബോറടിച്ചണോല്ലാന്നുണ്ടെങ്കിൽ വേഗം അൺസബ്സ്ക്രൈബ് ആക്കിയാണ് വേഗം മണ്ടിക്കോളി. അത്രയൊക്കെ തന്നെ പറയാനുള്ളത്. എന്താ വെച്ചാൽ വെറുതെ നമ്മൾ ഇടങ്ങേറായി കാണും ഒരാൾക്ക് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യരുത് പ്രിയപ്പെട്ടവരെ. അവർക്ക് നമ്മൾ വീഡിയോ കാണുമ്പോൾ അവർക്ക് സപ്പോർട്ടായി മാറുകയാണ്. നിങ്ങൾ താൽക്കാലികം അൺസബ്സ്ക്രൈബ് ആക്കിയാണ് നിങ്ങൾക്ക് പോയിക്കാണ്ട് നിങ്ങൾക്ക് കഴിച്ചിലായ നമുക്കൊരു വ്യൂസാണ് കുറയും. അത്രയും പറഞ്ഞുകൊണ്ട് അവർ എൻ്റെ വീഡിയോ കണ്ടതിന് അവർക്ക് പ്രത്യേകം നന്ദിയുണ്ട്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ പറയാം ചില ബോറടിക്കുന്ന ആളുകളുണ്ടാവും, അവരോടാണ് ഞാൻ ഈ പ്രത്യേകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ല അതുപോലെ കറിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കണ കണ്ടില്ല, ആ രൂപത്തിലൊക്കെ ഉണ്ടാക്കി പുളിവെള്ളമൊക്കെ പറന്ന് ഒഴിച്ച് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഈ മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് എന്നാണ് കാണിച്ചു വരുന്നത്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിങ്ങനെ കുഴച്ചെടുക്കട്ടോ. ഇതുപോലെ കുഴച്ചെടുത്ത് പിന്നെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഉരുട്ടിയെടുത്താൽ നമ്മൾ കണ്ടോ ഇതുപോലെ ഉരുളകളാക്കി എടുക്കണം എന്നാണ് പറയുന്നത്. എന്തെല്ലാം ജോലികളാണ് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും ചെയ്യുന്നത്. ഇത് പതൊന്നല്ലല്ലോ, അത് നമ്മളെ കാണുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ കൈ മാത്രമല്ലേ പ്രിയപ്പെട്ടവരെ ഇവിടെ കാണുന്നുള്ളൂ. പിന്നെ എന്താണ് ഇതിനൊക്കെ പ്രശ്നം എനിക്കറിയുന്നില്ല പ്രിയപ്പെട്ടവരെ. പലരും എന്നെ കുറ്റപ്പെടുത്തുന്നു. എനിക്കൊന്നും ഈ അവസരത്തിൽ അവരോട് പറയാനില്ല. കണ്ടില്ലേ ഈ തല്ലിപ്പൊളി പത്തിരി മെഷീനിട്ട് ഞാൻ ഇങ്ങനെ പരത്തിയെടുക്കുന്നു പ്രിയപ്പെട്ടവരെ. വീട്ടിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യൂട്യൂബാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ടുള്ളത്. നമ്മളപ്പോൾ ആരും കാണാനോ പോകുന്നില്ല, ആരോടും നമ്മൾ ലോകത്തിനോ പോകുന്നില്ല, ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ കുറച്ച് നെറ്റ് ലോഡാക്കിയിട്ട് നെറ്റ് വഴി യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു, അത്രയും ചെയ്യുന്നുള്ളൂ. അത് ഉപകാരപ്പെടുന്നോളൂ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചട്ടിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. പരത്തി പത്തിരി മെഷീനിൽ തന്നെയാണ് ഞാൻ തീർച്ചയായിട്ടും പരത്തിയിട്ടുള്ളത്. ഇതുപോലെ പരത്തിയെടുക്കുക, എന്നിട്ട് ചുട്ടെടുക്കുക. ഇതൊന്ന് ചുട്ടെടുക്കണ ഒരു പ്രത്യേക ഒരു കഴിവൊന്നല്ല പ്രിയപ്പെട്ടവരെ. അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചിട്ട് ചുട്ടെടുത്താൽ ഈ ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പപ്പൊടി ഇതിൽ ഉണ്ടായതുകൊണ്ട് നന്നായിട്ട് പൊങ്ങി വരും എന്നാണ് പറയാനുള്ളത്. നന്നായിട്ട് പൊങ്ങി വന്ന കുറേ പത്തിരികൾ ഉണ്ടായിരുന്നു കേട്ടോ, ഒക്കെ പോയി പ്രിയപ്പെട്ടവരെ, എല്ലാം പോയി. പിന്നെ വീഡിയോ വെട്ടി വലിച്ച് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴേ നമുക്ക് ഒരു വീഡിയോ ചിലപ്പോൾ അരമണിക്കൂറോളം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടാവും. അതൊന്നും നിങ്ങളെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഒക്കെ വെട്ടി ചെറുതാക്കി വളരെ കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോ ആണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ താഴെ സബ്സ്ക്രൈബ് കാണുന്നില്ലേ, ലൈക്ക് കാണുന്നില്ലേ പ്രിയപ്പെട്ടവരെ, കമൻറ്റ് കാണുന്നില്ലേ? എന്തിനാണ് നിങ്ങൾ മടിച്ചു നിൽക്കുന്നത്? എന്നെ അറിയുന്നവരാണല്ലോ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ എന്താണ് ഒരു ലൈക്കും കൂടി നമുക്ക് തരാത്തത്? അത്രയൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളത്. കണ്ടങ്ങൾ നമ്മോട് എല്ലാവരും ലോഗ്യവും ഇഷ്ടമൊക്കെ തന്നെയാണല്ലോ നമ്മളെ. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ലൈക്ക് തരുന്നില്ല പ്രിയപ്പെട്ടവരെ? എനിക്ക് കമൻറ്റ് ഇട്ടുതരുന്നില്ല, ഒന്നും ഇട്ടുതരുന്നില്ല. സബ്സ്ക്രൈബ് ഉണ്ട്, അതുകൊണ്ട് അവർ വീഡിയോ കാണുന്നുണ്ട്. എനിക്ക് അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ വീണ്ടും തുടരുന്നു. എന്നെ അറിയാത്തവരോട് എനിക്കൊന്നാ പറയാനുള്ളത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ പൊന്നു കൂട്ടുകാരാണെങ്കിൽ ഇതുപോലെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കൂ പ്രിയപ്പെട്ടവരെ. ഇതുപോലെ അടിപൊളി റെസിപ്പികൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ പ്രിയപ്പെട്ടവരെ? ഞാൻ അടിപൊളി ടേസ്റ്റിൽ ഓരോ കുബൂസൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചോറ് കൊണ്ട് പൊറാട്ട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് 96K വ്യൂസിലൊക്കെയാണ് എത്തിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അവസരഘട്ടത്തിൽ. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. എന്തൊക്കെയുണ്ട് ഏതായാലും അവരോടൊക്കെ എനിക്കൊന്നാ പറയാനുള്ളത്, ഇനിയും എൻ്റെ വീഡിയോ മുന്നോട്ട് കാണുന്നത് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. അടിപൊളി ടേസ്റ്റിൽ എത്രങ്ങാനും കുബൂസ് ഉണ്ടെയാളെ മായം ചേർക്കാതെയല്ലേ ഞാൻ ഇവിടെ കുബൂസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്നും മായം ചേർത്തിട്ടില്ല. ഈസ്റ്റ് ഇല്ലാതെ ആരാണ് ആളെ നിങ്ങൾക്ക് കുബൂസ് ഉണ്ടാക്കി കാണിച്ചു തരല്? ഈ ഒരു ചാനലിൽ അല്ലാതെ നിങ്ങൾക്ക് ഈസ്റ്റ് ഇല്ലാതെ ആരെങ്കിലും കുബൂസ് ഉണ്ടാക്കി കാണിച്ചു തരലുണ്ടോ? ഇനി ഈസ്റ്റ് ഇട്ടിട്ടുമാണെങ്കിൽ നമ്മൾ അങ്ങനെയും കാട്ടി തരും കേട്ടോ. ഈസ്റ്റ് ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരാണെങ്കിൽ ഇന്നയാളെ ഇതൊക്കെ ഒരു ബ്രെഡിൻ്റെ മാതിരി കാരം ഒക്കെപ്പാടെ ഒരു പൊങ്ങിക്കാണ്ട് ആകെപ്പാടെ നല്ല ഇതിൽ കാണാൻ കിട്ടും. ഏതായാലും ഇതിന് പത്താ കുഴപ്പം നോക്കിയാണെങ്കിൽ ഇയാളെ കാണാൻ കുറച്ച് ലുക്കില്ലാന്നുണ്ടെങ്കിലും നല്ല തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അടിപൊളി മത്തിക്കറി എൻ്റെ കയ്യിൽ മത്തി എന്ന് പറഞ്ഞ സാധനം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ മത്തിക്കറി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കോഴിയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കും പ്രിയപ്പെട്ടവരെ. എനിക്കിപ്പോൾ ഇത് രാവിലെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഞങ്ങളെ അന്നത്തെ ദിവസം ഒരു പണിയും വന്നിട്ടില്ല. അത് തന്നെയാണ് ഉച്ചക്കൊക്കും രാവിലേക്കൊക്കെ നമ്മൾ കൂട്ടിയത്. അത്രയും എൻ്റെ
വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാൻ സമയമായിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കൂ എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ അവസരത്തിൽ ഇത്രയും നേരം വീഡിയോ കണ്ടു നിന്ന എല്ലാ പൊന്നു കൂട്ടുകാർക്കും എൻ്റെ നന്ദിയും നമസ്കാരവും എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാൻ സമയമായിട്ടുണ്ട്. അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. എൻ്റെ വീഡിയോ അവസാനമായിട്ട് ഇത് കട്ട് ചെയ്യുന്നത് കാണിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? നോക്കി പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ ഒരു അടിപൊളി എന്താ എനിക്ക് പറയാൻ വാക്കുകളില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ അത് കട്ട് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, എല്ലായിടത്തും സ്പീഡ്. നിങ്ങൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ്